ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ് ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബൊക്കെയാണ് കേട്ടോ. സിംഗിൾ സ്റ്റെം അല്ലെങ്കിൽ സിംഗിൾ ഫ്ലവർ വെച്ച് ചെയ്യുന്നൊരു ബൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫ്ലവർ ആകുമ്പം എങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ എങ്ങനെ വെച്ചിട്ട് എങ്ങനെ നമുക്കിതുപോലെ സിമ്പിൾ ബൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒരു സിംഗിൾ സ്റ്റെമ്മ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് വെച്ച് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ബൊക്കെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് ബൊക്കെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ പല കളേഴ്സ് ഉണ്ട്. അപ്പം ഞാനിതിന് കുറച്ചുകൂടെ മാച്ച് ആവുന്നൊരു കളറ് എടുത്തിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് ഷർട്ട് ബോക്സും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ കസ്റ്റമറിന്. അപ്പം അതിനൊക്കെ ഒരു മാച്ച് ആവുന്ന ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മളിതുപോലൊരു ഷീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് എത്ര മെഷർമെൻറ്റ് എന്നില്ല. അപ്പം അതാദ്യം വെച്ച് നോക്കിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു ബൊക്ക ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ ഒരു ബൊക്കെ ചെയ്യാൻ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് അതിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ടേപ്പ് വെച്ച് ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആണ് ബൊക്കയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ആയിട്ട് റിബൺ കൊണ്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബൊക്ക ചെയ്തെടുക്കാൻ പറ്റും. ഒരു സിംഗിൾ ഫ്ലവർ ബൊക്ക ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് ബോ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ റിബൺ കൊണ്ടൊരു ബോ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബൊക്ക, സിമ്പിളായിട്ടുള്ളൊരു ബൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം ബൊക്കെ തന്നെ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട്, ആർട്ടിഫിഷ്യലിന് പകരം ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സിംഗിൾ റോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോസിൻ്റെ ലീഫൊക്കെ ആദ്യം നമ്മളൊന്ന് കളയണം കേട്ടോ, ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റും ഇതുപോലെ ബേബി ബ്രീത്ത് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ടൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രഷ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വാടിപ്പോവാതെ അത്യാവശ്യം കുറച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് വെക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിന് ഫോം ബ്രിക്സ് ആണ്. അപ്പോൾ അതിന് ചെറിയൊരു പീസ് നമുക്ക് ഈ ഒരു സിംഗിൾ ഫ്ലവർ നമുക്ക് അതിൽ ഇങ്ങനെ താത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രഷ് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ
ഫോം ബ്രിക്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫ്ലവർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചെറിയ പീസാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല ഷേപ്പിലുള്ളതുണ്ട്, ഇതുപോലെ റൗണ്ടിലുള്ളതും സ്ക്വയറിലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് അത് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നൈഫ് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോം ബ്രിക്കിനനുസരിച്ച് വെള്ളം എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഫുള്ളായിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഈ ഒരു ഫോം ബ്രിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോഴും നന്നായിട്ട് അത് അബ്സോർബ് ചെയ്ത് കിട്ടണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് ഒന്ന് പൊങ്ങിയിട്ട് തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് താഴ്ന്നു പോകും വെള്ളത്തിൽ നിന്ന് തന്നെ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് റാപ്പ് റോളുണ്ട്, ക്ലിങ് റാപ്പ് റോള് അല്ലെങ്കിൽ ക്ലിം ഫിലിം എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഐറ്റംസൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോം ബ്രിക്ക് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രോളി കാര്യങ്ങൾ, ലഗേജും കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യും. പിന്നെ നമ്മളെ പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അപ്പം ഈ ക്ലിം ഫിലിം നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൈപ്പ് ചെറിയ മിനി ട്രാൻസ്പാരൻറ്റ് റാപ്പിംഗ് റോൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി കട്ടി കുറവായിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ ഈ വലിയ പാക്കേജസും കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ്, എന്നാൽ നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് റാപ്പിംഗ് റോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ആമസോണിലൊക്കെ കിട്ടാറുണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഗ്രോസറി ഷോപ്പുകളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിത് ഈ ഫോം ബ്രിക്ക് ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കി 4 സൈഡും ഇതുപോലെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഈ ഫ്ലവർ സ്റ്റെം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബൊക്ക ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിന് വേണ്ട കുറച്ച് വെള്ളവും കാര്യങ്ങളും മോയ്സ്ചർ കണ്ടൻറ്റ് ഈ ഒരു ഫോം ബ്രിക്കിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ അധികം നേരം നമുക്ക് ഈ ഒരു ഫ്രഷ് ഫ്ലവർ വെക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ച് ടൈം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഒരു ഇപ്പം രാത്രി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ രാത്രി വരെയൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും. പിറ്റേന്നും വരെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലും ഈ ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അതായത് നമ്മൾ ആ ഒരു ഡെലിവറീൻ്റെ കുറച്ച് മുമ്പായിട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അതുവരെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ഒരു കേസ് വരുമല്ലോ. ഒരു ഫ്രഷ് ആവാത്ത ഒരു കേസ് വരും. നമ്മൾ നേരത്തെ ചെയ്ത് വെക്കാനും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ബൊക്ക ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പം പിന്നെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബൊക്ക ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് കുറച്ച് ഫീവറും കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവാം, എങ്കിലും സോറി കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളൊരു ബൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടും അതുപോലെ ഒരു ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം, യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.